കൊല്ലം ജില്ലയിൽ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി നിരവധി വികസന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിലെ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. നഗരത്തിലെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിനും ഇന്ന് സ്വീകാര്യത ഏറുകയാണ്. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് കൊല്ലം നഗരത്തിലും പ്രാദേശിക തലങ്ങളിലും ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ വികസനങ്ങൾക്ക് പുറമെ കൊല്ലം നഗരം, കൊട്ടാരക്കര എന്നിവിടങ്ങളിലെ IT പാർക്കുകളും നിർമ്മാണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കിഫ്ബിയുടെ കുറേ ആശുപത്രികളാണ് പ്രധാനമായിട്ടുള്ളത്. ചില പാലങ്ങളുണ്ട്, അത് മൺട്രോത്തുരത്തിലേക്കുള്ള പാലമുണ്ട്, കൊല്ലം നഗരത്തിലുള്ള പാലങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രവർത്തനം നടക്കുകയാണ്. കുറച്ച് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പ്രവർത്തനങ്ങളുണ്ട്. കൊട്ടാരക്കര ബൈപ്പാസ് പോലെയുള്ള പ്രവർത്തനങ്ങൾ, കൊല്ലം IT പാർക്കിനുള്ള ആശയം, കൊട്ടാരക്കര IT പാർക്ക്, ഇതൊക്കെ ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കൊട്ടാരക്കരയിൽ ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ റോഡൊരെണ്ണം പൂർത്തീകരിക്കുന്നുണ്ട്. ആശുപത്രിയുടെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പുതുക്കിയ ഒരു പഴയ കരാറുകാരന് ആ പണിയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. പുതിയ കരാറുകാർ പണി ഇപ്പോൾ തുടങ്ങി. അവിടെ IT പാർക്കിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അനുവദിച്ച് അതിൻ്റെ പണി നടക്കുന്നു. അവിടെ മുനിസിപ്പൽ ഓഫീസിനുള്ള പണി നടക്കുന്നുണ്ട്. അവിടെ ബൈപ്പാസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 300 കോടിയോളം രൂപ ചെലവ് വരുന്നതാണ്. ബൈപ്പാസിനുള്ള സ്ഥലമെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജില്ലയിലെ സാംസ്കാരിക മേഖലയ്ക്ക് കരുത്തു പകരുന്നതാണ് നഗരഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്ന ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം. കിഫ്ബി ഫണ്ടിൽ നിന്ന് 56.91 കോടി ചിലവഴിച്ച് 3.5 ഏക്കർ ഭൂമിയിലാണ് ഈ സാംസ്കാരിക സമുച്ചയം നിർമ്മാണം പൂർത്തിയാക്കിയത്. 1 ലക്ഷം അടിയോളം വിസ്തീർണത്തിൽ നിർമ്മിച്ച സമുച്ചയത്തിൽ ആധുനിക ലൈറ്റിംഗ്, സൗണ്ട് പ്രൊജക്ഷൻ സംവിധാനങ്ങൾ അടങ്ങിയ AV തിയേറ്റർ, ഇൻഡോർ ഓഡിറ്റോറിയം, ഡിജിറ്റൽ ലൈബ്രറി, സെമിനാർ ഹാൾ, ആർട്ട് ഗാലറി, ക്ലാസ് മുറികൾ, ക്രാഫ്റ്റ് മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്നു. പ്രധാനമായും വിഖ്യാത ചിത്രകാരനായ N രാമചന്ദ്രന്റെ കലാസൃഷ്ടികൾ ഉൾപ്പെടുന്ന മ്യൂസിയമാണ് പ്രധാന ആകർഷണം. 300 കോടിയിലധികം വില വരുന്ന ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും ശേഖരം ഇവിടെയുണ്ട്. ശ്രീനാരായണ സമുച്ചയം ഏറ്റവും നല്ല ആദ്യം പൂർത്തീകരിച്ച സാംസ്കാരിക സമുച്ചയമാണ്. അത് കിഫ്ബിയുടെ ഫണ്ടാണ്. അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ്. ജനങ്ങൾക്ക് സഹായകരമായ, വികസനത്തിന് സഹായകരമായ പദ്ധതികളാണ്. നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹായകരമാണ് ഈ സമുച്ചയം. കൊല്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്, അതും പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ഹബ്ബായിട്ട് കൊല്ലം മാറിയിരിക്കുകയാണ്. അഷ്ടമുടി നമ്മുടെ ഒരു അനുഗ്രഹമാണ്. അഷ്ടമുടിയുടെ തീരത്തു തന്നെയാണ് ഈ സമുച്ചയം തലയുയർത്തി നിൽക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും ആവശ്യപ്പെട്ട വ്യക്തിയാണ്. അവിടെ കലയ്ക്കും സാഹിത്യത്തിനും വലിയ പങ്കുണ്ടെന്നുള്ളതാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഒരു സാംസ്കാരിക നയം പ്രഖ്യാപിച്ച ഗവൺമെൻറ്റുകളിലൊന്നാണ്. പ്രധാനമായും ആധികാരികമായ ഒരു നയമാണത്. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത്. നാം കാണേണ്ടത് ഏകദേശം 4 ഏക്കർ വസ്തു എടുത്തുകൊണ്ടാണ് 57 കോടി രൂപയാണ് ചിലവഴിച്ചത്. 57 കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് സമുച്ചയം ഉയർന്നു നിൽക്കുന്നത്. ആ സമുച്ചയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കൊല്ലത്തെ മുഴുവൻ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുവാൻ നമ്മുടെ സമുച്ചയത്തിന് കഴിയും എന്നുള്ളതാണ്. കിഫ്ബിയിലൂടെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ 76.13 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച 7 നില കെട്ടിടം അടുത്തിടെ ഉദ്ഘാടനം നടന്നിരുന്നു. 130 കിടക്കകളുള്ള ഈ കെട്ടിടത്തിൽ ട്രോമ കെയർ യൂണിറ്റ്, സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, ആധുനിക ലാബ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായി 144 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. ഇതിന്റെ ഭാഗമായി ജനറൽ ടവർ, ഡയഗ്നോസ്റ്റിക് സെന്റർ, യൂട്ടിലിറ്റി കോംപ്ലക്സ് എന്നിവ നിർമ്മിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള വിക്ടോറിയ ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ നവീകരണവും കിഫ്ബിയിൽ ഉൾപ്പെടുന്നതാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രധാനമായും സെന്റർ ഫോർ എക്സലൻസ് പദ്ധതി പ്രകാരം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് 5 കോടി രൂപ വീതവും
മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 3 കോടി 1 കോടി എന്നിങ്ങനെ വിവിധ സ്കീമുകളിലായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അഞ്ചാലുമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉൾപ്പെടെ ആധുനിക രീതിയിലുള്ള ഹൈടെക് ക്ലാസ് മുറികൾ, അത്യാധുനിക ലാബുകൾ, ലൈബ്രറി എന്നിവ ഉൾപ്പെടുന്ന മൾട്ടി സ്റ്റോറി കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതിന്റെ ഭാഗമായി പൂർത്തിയാക്കിയിരുന്നു. നഗരത്തിലെ പ്രധാന വികസനങ്ങളിലൊന്നാണ് ആശ്രാമം ലിങ്ക് റോഡും പാലവും. പദ്ധതിയുടെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായി അഷ്ടമുടി കായലിന് മുകളിലൂടെ നിർമ്മിച്ച പാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് തുടങ്ങി ഓലേൽ കടവ് വരെ 940 മീറ്റർ നീളമുള്ള പാലം 103 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മിച്ചത്. മൺട്രോ തുരുത്തിനെ പെരുമണ്ണുമായി ബന്ധിപ്പിക്കുന്ന പെരുമൺ മൺട്രോ തുരുത്ത് പാലവും നിർമ്മാണത്തിന്റെ ഘട്ടത്തിലാണ്. കാട്ടിൽക്കടവ് പാലം, കുമ്മല്ലൂർ പള്ളിക്കമണ്ണടി പാലങ്ങൾ, ചെട്ടിയാഴഴുകത്ത് പാലം, നെടുവൻകാവ് പാലം തുടങ്ങിയവയും കിഫ്ബിയിൽ ഉൾപ്പെടുന്നു. ഹൈവേ വികസനത്തിൽ മലയോര ഹൈവേയുടെ പ്രവർത്തനം ഇതിനോടകം തന്നെ പൂർത്തിയായി. തീരദേശ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ്. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യാവസായിക ഇടനാഴി തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ജില്ലയിലെ സാമ്പത്തിക വളർച്ചയെ ലക്ഷ്യമിടുന്നു. പുതുതായി പ്രഖ്യാപിച്ച MC റോഡിന്റെ 7 ബൈപ്പാസുകൾ ഉൾപ്പെടുന്ന വികസനവും ഗതാഗത രംഗത്ത് വലിയ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കുക. ജനം, കൊല്ലം.